ഹായ്, നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് ഉണ്ടാക്കിയാലോ? ഈ അറേബ്യൻ കൺട്രിയിൽ ഉണ്ടാക്കുന്ന നാട്ടിലത്തെ കൂരം വറുത്തയില്ലേ, അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ്. അറബ് നാട്ടിലെ കൂരം വറുത്തത് നല്ല ഹെൽത്തി ഫുഡാണ്. കുറേ ആൾക്കാർ 90% ആൾക്കാരും കഴിച്ചിട്ടുണ്ടാവില്ല. 10% വിദേശത്തുള്ളവരാവും കഴിച്ചിട്ടുണ്ടായാൽ. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കൽ എന്നുള്ളതൊന്ന് നോക്കാം. നമുക്ക് വീഡിയോക്ക് പോവാം. ആദ്യം 2 കപ്പ് ഗോതമ്പ് പൊടി, ആട്ടപ്പൊടി എടുക്കുക. അതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇടുക, ഒരു 3/4 ടീസ്പൂൺ ആയിക്കോട്ടെ. അത് കഴിഞ്ഞ ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. 2 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ഇടുക. അത് കഴിഞ്ഞ ശേഷം അതിലേക്ക് ഇടേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ, വെളിച്ചെണ്ണ, ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഇടുക. അതിന് ശേഷം നന്നാക്കി ഇത് നന്നാക്കിയിട്ട് കുഴക്കണം. നമ്മൾ പൊറാട്ടൻ്റെ മാവ് കുഴക്കണ മാതിരി തന്നെ നന്നാക്കി കുഴച്ച് പാകപ്പെടുത്തിയെടുത്ത് സോഫ്റ്റാക്കിയിട്ടെടുക്കണം. സോഫ്റ്റാക്കിയെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ നേരം അടച്ചു വെക്കണം. ഒരു അരമണിക്കൂർ. ആ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ പൊറാട്ടൻ്റെ ബോൾ എടുക്കുമല്ലോ, അതേപോലെ തന്നെ ഉരുട്ടിയിട്ട് വലിയ ബോളാക്കിയിട്ടിടണം. ചെറുത് പത്തിരിക്ക് ഇടുന്ന മാതിരില്ല, വലിയതാക്കിയിട്ട് എടുക്കണം. എന്നാലേ പരത്തിയിട്ടുണ്ടെന്നല്ല നല്ല കട്ടി കിട്ടുള്ളൂ. കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് വലിയ ബോളാക്കിയിട്ടെടുക്കുന്നത്. ഇതൊരു 5-8 ബോളുണ്ടാവും, 10-12 ബോളാക്കിയിട്ട്
ഈ അരിഞ്ഞത് വെച്ചതെല്ലാം കൂടി ഈ ചൂടോടെ തന്നെ ഒരു മിക്സി കിട്ടും നന്നാക്കിയിട്ടൊന്ന് പൊടിക്കും. നന്നാക്കിയിട്ടൊന്ന് ചെറുതാക്കിയിട്ട് പൊടിക്കും. പറ്റ പൗഡറാകണ്ട, നന്നാക്കി ഇതുപോലെ നന്നാക്കി പൊടിച്ച് എടുക്കണം. ഇതേപോലെ തന്നെ നന്നായി പൊടിയാതെ തന്നെ ചെറിയ തരിതരിയുള്ള രൂപത്തിൽ പൊടിച്ചെടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പാത്രത്തേക്ക് നെയ്യ് ഇടണം. ഇവിടെ യൂസ് ചെയ്യണ ഇവിടെയുള്ളൊരു ഐറ്റം നെയ്യാണ്. നാട്ടിലാകുമ്പോൾ നല്ല മരുന്നുകളുടെ നെയ്യാണ്, അല്ലാതെ വീട്ടിലുണ്ടാക്കിയ നെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റാണ്. ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് നാട്ടിൽ കിട്ടുന്നില്ല എന്നുള്ളത്. കുറച്ച് ഈത്തപ്പഴം വാങ്ങിച്ചു കുരു കളഞ്ഞിട്ട് അതും കൂടി നന്നാക്കി
उससे तो अच्छा रहेगा। बादेम बोलो। एडिटिंग बादेम बोलो। एडिटिंग मुश्किल नहीं, एडिटिंग आधा माइक खरीदो या फिर वैसे ही आता है वैसे। ഇപ്പോൾ നന്നായിട്ട് നെയ്യ് ഉരുക്കിയിട്ടുണ്ട്. അത് മിക്സ് പൊടിച്ച് വെച്ച सही നമ്മൾ ഇതുപോലെ നന്നാക്കി മിക്സ് ചെയ്തിട്ടെടുക്കണം. നമ്മൾ ആദ്യം ഇട്ട ടൈമിൽ ഒരു യെല്ലോ കളറായിരുന്നു. അത് യെല്ലോ എന്നൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളർ പോലെ ആയിട്ടുണ്ട്. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇത് നമുക്കുള്ള വൈകുന്നേരത്തെ ചായക്കുള്ള കടിയായിട്ടോ അല്ലാത്ത വേറെ രൂപത്തിലായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റി ഫുഡാണ്, ഹെൽത്തി ഫുഡുമാണ്. ഇതുപോലെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടില്ലേ? അപ്പോൾ വൈകുന്നേരത്തെ ഫുഡായിട്ടും വൈകുന്നേരമായിട്ടും രാവിലെ ആയിട്ടൊക്കെ ഇവർ കഴിക്കണതാണ്. അതേപോലെ തന്നെ നാട്ടിൽ വൈകുന്നേരം ചായക്കും രാവിലെ ചായക്കൊക്കെ പറ്റിയൊരു ഫുഡ് തന്നെയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഫുഡാണ്. അപ്പോൾ നാട്ടിലുള്ളൊരു 90% ആൾക്കാർ ഇത് ഉണ്ടാക്കണമെന്ന് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, എവിടെയൊക്കെ ചെയ്യാനുള്ളത് അവിടെയൊക്കെ ചെയ്ത് തൊട്ടുക. പിന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തി വയ്ക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബായ്.